എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സുന്ദരകാണ്ഡത്തിലെ ആകെ 8 നാമങ്ങളാണ്. അത് മുഴുവനായും ചൊല്ലാം. കവിവര സന്തത സംസ്മൃത രാമ തദ്ഗതി വിഘ്നധ്വംസക രാമ സീതാ പ്രാണാധാരക രാമ ദുഷ്ടദശാനന ദൂഷിത രാമ ശിഷ്ട ഹനുമദ്ഭൂഷിത രാമ സീതോദിത കാകാവന രാമ കൃതചൂടാമണി ദർശന രാമ കപിവരവചനാശ്വാസിത രാമ. സുന്ദരകാണ്ഡത്തിൽ ഹനുമാൻ സീതാദേവിയെ കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, ശ്രീരാമദൂതനായിട്ട് കൂടെയാണ് ലങ്കയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂതൻ്റെ ശക്തി എത്രയാണെന്ന് കാണിച്ചു കൊടുത്ത് വേണം സ്വാമിയുടെ ശക്തിയെക്കുറിച്ച് ശത്രുക്കൾക്ക് ബോധ്യമുണ്ടാക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടെ ദിവ്യജന്മമാണെങ്കിലും ഒരു വാനര രൂപത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഒരു വാനരന് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ അവിടെ വരുത്താൻ സാധിക്കുമോ അത്രയും കഷ്ടനഷ്ടങ്ങൾ അവിടെ വരുത്തിയിട്ടാണ് മേഘനാഥന് പിടികൊടുക്കുന്നത്. രാവണൻ്റെ കനിഷ്ഠപുത്രനായ അശ്വകുമാരനെ വധിക്കാനും സാധിച്ചു. ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി. എന്നിട്ടാണ് പിടികൊടുക്കുന്നത്. അതും ബ്രഹ്മാസ്ത്രം ഏൽക്കില്ല എന്നുണ്ടായിട്ടും ബ്രഹ്മാസ്ത്രം കൊണ്ടതുകൊണ്ട് തന്നെ ഒരു കള്ളത്തരത്തിൽ കിടന്നിട്ട് എങ്ങനെയെങ്കിലും രാവണസന്നിധിയിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അവർക്ക് പിടികൊടുക്കുകയാണ് ചെയ്യുന്നത്. രാവണസന്നിധിയിലെത്തി പറയാനുള്ളതെല്ലാം പറഞ്ഞ് അവസാനം അവർ ശിക്ഷ വിധിക്കുകയാണ് ദൂതന്. അതാണ് വാലില്. വാനരൻ്റെ ഏറ്റവും മുഖ്യ അവയവമായ വാലിൽ തുണി ചുറ്റി എണ്ണ ഒഴിച്ച് തീ കൊളുത്തി വിടാനാണ്, നഗരം തോറും ചുറ്റി നടത്താനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത്രയും ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇനിയാണ് ലങ്കാദഹനം. രാമായണത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം ലങ്കാദഹനം. നമുക്ക് അതിലേക്ക് പോകാം. ഹനുമാനെ ഇങ്ങനെ വാലിൽ തീ കൊളുത്തി ചുറ്റി നടക്കുകയാണെന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആ വിവരം കാവൽക്കാരിൽ നിന്ന് അറിവായപ്പോൾ സീത ഉള്ളുരുകി പ്രാർത്ഥിച്ചു, അഗ്നിദേവ, ഞാൻ പതിവ്രതാധർമ്മം പൂർണ്ണമായും അനുവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഹനുമാന് ശീതളനായിരിക്കണമേ എന്ന്. പുച്ഛാഗ്രത്തിൽ എണ്ണ ചുറ്റിക്കെട്ടിയ അഗ്നി സുഖശീതളമായി തോന്നിയ ഹനുമാൻ പെട്ടെന്ന് സ്വശരീരം ചെറുതാക്കി കെട്ടുപാടുകളിൽ നിന്ന് ഊർന്നിറങ്ങി വീണ്ടും വിപുലാകാരനായി ഗോപുരത്തിന് മുകളിൽ ചാടിക്കയറി. എന്നിട്ട് ലാംശുലാഗ്രത്തിൽ കത്തുന്ന അഗ്നി അടുത്ത് കണ്ട രാക്ഷസഭവനത്തിൽ കൊളുത്തി. തുടർന്ന് അതിനടുത്തുള്ള രാക്ഷസഭവനത്തിലും മറ്റനേകം രാക്ഷസഭവനങ്ങളിലും കൊളുത്തി. പ്രഹസ്താദി മന്ത്രിമാരുടെ, രാവണാനുജനായ കുംഭകർണന്റെയും അനേകം സേനാനായകന്മാരുടെയും ഭവനങ്ങളെയും ഹനുമാൻ ഒഴിവാക്കിയില്ല. ധർമാത്മാവായ വിഭീഷണന്റെ ഗൃഹത്തിന് മാത്രം തീ കൊടുക്കാതിരിക്കുവാൻ ഹനുമാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കത്തിയെരിയുന്ന രാക്ഷസഗൃഹങ്ങളിൽ കുടുങ്ങിയ ഒട്ടനേകം പേർ പൊള്ളലേറ്റു മരിച്ചു. ശേഷിച്ചവർ സ്വജീവൻ രക്ഷിക്കുന്നതിനായി വല്ലവിധവും പുറത്തിറങ്ങി എവിടേക്കെന്നില്ലാതെ പരക്കം പാതി തുടങ്ങി. വലിയ രമ്യഹർമ്മ്യങ്ങൾ, കഠിനാരവത്തോടുകൂടി പൊളിഞ്ഞു വീഴുന്ന ശബ്ദങ്ങൾ നാലുപാടും കേൾക്കാമായിരുന്നു. ഓരോരോ ശരീരഭാഗങ്ങളിൽ പൊള്ളലേൽക്കുമ്പോഴുണ്ടാകുന്ന വേദന സഹിക്കവയ്യാതെ വൃദ്ധജനങ്ങളും സ്ത്രീജനങ്ങളും യുവാക്കന്മാരും ബാലികാബാലന്മാരും മുറവിളി കൂട്ടി. അഗ്നിദേവൻ വാനരരൂപത്തിൽ കടന്നു വന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണോ, അതോ അന്തകനോ രുദ്രനോ മറ്റേതെങ്കിലും ദേവനോ? ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ആർക്കും കഴിഞ്ഞില്ല. രാക്ഷസന്മാർ മാത്രമല്ല, ആനകളും കുതിരകളും മറ്റു മൃഗങ്ങളും ചത്തു വീഴുകയും വൃക്ഷങ്ങൾ നിലംപതിക്കുകയും ചെയ്യുന്നതിന് ഒരു അവസാനമില്ലാത്തതുപോലെ തോന്നി. ചുരുക്കത്തിൽ അതിമനോഹരമായ ലങ്കാനഗരം വെറും ചാമ്പലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രതീതിയാണ് അവിടെ ഉണ്ടായത്. ശ്രീരാമസ്വാമി ആവശ്യപ്പെട്ടതല്ലെങ്കിലും സ്വാമി കാര്യത്തിനായി താൻ സ്വമേധയാ അനുഷ്ഠിച്ചിരിക്കുന്ന ഈ കൃത്യത്തിൽ അമിതമായ സന്തോഷവും ചാരിതാർത്ഥ്യവും ഹനുമാനുണ്ടായി. എന്നാൽ പെട്ടെന്ന് സ്മരണ സീതയുടെ സവിധത്തിലേക്ക് പാഞ്ഞെത്തിയപ്പോൾ സന്തോഷവും ചാരിതാർത്ഥ്യവും ദൂരീകൃതമായെന്ന് മാത്രമല്ല, അവയുടെ സ്ഥാനത്ത് അവ്യക്തവും അത്യധികവുമായ ഒരു ഭയം സ്ഥാനം പിടിക്കുകയുണ്ടായി. ശ്രീരാമസ്വാമി ആവശ്യപ്പെട്ടതല്ലെങ്കിലും സ്വാമി കാര്യത്തിനായി താൻ സ്വമേധയാ അനുഷ്ഠിച്ചിരിക്കുന്ന ഈ കൃത്യത്തിൽ അമിതമായ സന്തോഷവും ചാരിതാർത്ഥ്യവും ഹനുമാനുണ്ടായി. എന്നാൽ പെട്ടെന്ന് സ്മരണ സീതയുടെ സവിധത്തിലേക്ക് പാഞ്ഞെത്തിയപ്പോൾ സന്തോഷവും ചാരിതാർത്ഥ്യവും ദൂരീകൃതമായെന്ന് മാത്രമല്ല, അവയുടെ സ്ഥാനത്ത് അവ്യക്തവും അത്യധികവുമായ ഒരു ഭയം സ്ഥാനം പിടിക്കുകയുണ്ടായി.
കഷ്ടം! താൻ ലങ്കാദഹനം നടത്തുമ്പോൾ തൻ്റെ സ്വാമിപത്നിയും ആരാധനാപാത്രവുമായ സീതാദേവിയെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിച്ചില്ല? നഗരത്തെ ആകെ ഭക്ഷണമാക്കുന്ന അഗ്നിയിൽ സീതാദേവി ദഗ്ധയായിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരു വിപത്ത് സംഭവിക്കാനുണ്ടോ? അങ്ങനെ ഒരു വിപത്ത് സംഭവിച്ചിട്ടില്ലെന്ന് വിചാരിക്കുന്നത് വെറും മൗഢ്യമല്ലേ? സീതയില്ലെങ്കിൽ പിന്നെ ശ്രീരാമലക്ഷ്മണന്മാരില്ല, ശ്രീരാമലക്ഷ്മണന്മാരില്ലെങ്കിൽ ഭരതശത്രുഘ്നന്മാരുമില്ല, രാജമാതാക്കളില്ല, സൂര്യവംശം തന്നെയില്ല. താൻ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചതിനാലാണ് ഈ വിഷമസന്ധി വന്നു ചേർന്നിരിക്കുന്നതെന്ന് കരുതി ഹനുമാൻ സ്വയം പഴിച്ചു. വല്ല വിധത്തിലും ഉടൻ തന്നെ ജീവൻ ഒടുക്കുകയല്ലേ വേണ്ടതെന്ന ചോദ്യം ഹനുമാൻ തന്നോട് തന്നെ ചോദിച്ചു. ഇമ്മാതിരി തപ്തചിന്തകൾക്ക് അധീനനായിരിക്കുന്ന ഹനുമാന്റെ കർണങ്ങളിൽ ദിവ്യവർഗക്കാരും ആകാശചാരികളുമായ ചാരണന്മാരിൽ ചിലർ തമ്മിൽ നടത്തുന്ന സംഭാഷണം വന്നുപെട്ടു. ഹനുമാൻ അനുഷ്ഠിച്ചിരുന്ന ഈ കൃത്യം മറ്റാർക്കും സാധിക്കാത്തതാണ്. ഗോപുരങ്ങളും 7 നില മാളികകളും നിറഞ്ഞിരുന്ന ലങ്കാനഗരം മുഴുവൻ കത്തിയെരിഞ്ഞു കഴിഞ്ഞു. എന്നാൽ സീതാദേവിക്ക് അപായം ഉണ്ടാകുന്നത് മഹാ ആശ്ചര്യം തന്നെയാണ്. അത്രയും ചാരണന്മാർ പറഞ്ഞു കേട്ടയുടൻ തൻ്റെ വലതു കണ്ണും വലതു കൈയും തുടിക്കുന്നത് ലക്ഷണങ്ങളാണെന്ന് അറിഞ്ഞ് സീതാദേവിയെ ഒന്നുകൂടി ചെന്ന് കണ്ടു വന്നിച്ചിട്ട് ലങ്കയിൽ നിന്ന് മടങ്ങാമെന്ന് കരുതി. കഴിയുന്നത്ര വേഗത്തിൽ അശോകവനികയിലെ ശിംശപാവൃക്ഷമൂലത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് സീതയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് എഴുന്നേറ്റ് കൈകൂപ്പി നിന്നു. സീത പറഞ്ഞു, ഹനുമാൻ, ഭാഗ്യഹീനയായ എനിക്ക് നിന്റെ സാന്നിധ്യം ആശ്വാസമരുളുകയാണ്. എങ്കിലും അങ്ങ് മുമ്പ് പറഞ്ഞ ഒന്നിനെക്കുറിച്ച് എനിക്ക് അല്പം സംശയമില്ലാതില്ല. ശ്രീരാമലക്ഷ്മണന്മാരും വാനരസൈന്യവും വിസ്താരമേറിയ സമുദ്രം എങ്ങനെ തരണം ചെയ്യും? ഹനുമാൻ മറുപടി നൽകി, ദേവി, വാനരാധിപനും മഹാബലനുമായ സുഗ്രീവ രാജാവ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ മാറ്റാൻ യാതൊന്നിനും സാധ്യമല്ല. സമുദ്രം ഒരു പ്രതിബന്ധമാവുകയില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ശ്രീരാമസ്വാമി ലക്ഷ്മണനോടും വാനരസേനയോടും കൂടി ഈ ലങ്കാരാജ്യത്തിൽ വന്നെത്തും. രാവണനെയും അനുയായികളെയും നിഗ്രഹിക്കും. അവിടുത്തെ വിജയലക്ഷ്മിയെ എന്ന പോലെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുപോവുകയും ചെയ്യും. സീതയെ വീണ്ടും നമസ്കരിച്ച് വിടവാങ്ങി ഹനുമാൻ അശോകവനിയിൽ നിന്ന് പുറപ്പെട്ട് ശ്രീരാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് അരിഷ്ടം എന്ന പേരായ പർവ്വതത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ കയറി നിന്ന് ഗന്ധമാദന പർവ്വതത്തിൽ നിന്ന് എപ്രകാരം ലങ്കയിലേക്ക് കുതിച്ചു ചാടിയോ അപ്രകാരം ആ മഹാവാനരൻ അരിഷ്ടപർവ്വതത്തിൽ നിന്ന് ഗന്ധമാദനത്തിലേക്ക് കുതിച്ചു ചാടി. ഇങ്ങോട്ടുള്ള സമുദ്രതരണത്തിനിടയിലുണ്ടായ പോലെയുള്ള പ്രതിബന്ധങ്ങൾ യാതൊന്നും കൂടാതെ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാറായപ്പോൾ 8 ദിഗന്ധങ്ങളെയും പൊട്ടിക്കുമാറൊന്ന് ഗർജിച്ചു. ഹനുമാന്റെ പ്രത്യാഗമനത്തിനായി അക്ഷമരും ആകാംക്ഷാഭരിതരുമായി കാത്തിരുന്ന വാനരനായകന്മാരുടെ ശ്രവണപുടങ്ങളിൽ ആ ഗർജനം പതിച്ചു. ജ്ഞാനവൃദ്ധനും വയോവൃദ്ധനുമായ ജാമ്പവാൻ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, ആ ഗർജനം പുറപ്പെടുവിച്ചത് ഹനുമാനല്ലാതെ മറ്റാരുമല്ല. ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തിയിട്ട് തിരിച്ചു വരികയാണ്. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ആകാശദേശത്ത് ദൃഷ്ടിഗോചരനായി തീർന്ന ഹനുമാൻ ഒരു മഹാവൃക്ഷത്തിന്റെ ശാഖയിൽ നിൽക്കുകയും അതിൽ നിന്ന് നിലത്ത് ചാടുകയും ചെയ്തു. അടക്കാനാവാത്ത സന്തോഷം കൊണ്ട് മതിമറന്ന വാനര സമൂഹങ്ങൾ കിലുകിലാരവം പുറപ്പെടുവിച്ചുകൊണ്ട് തങ്ങളുടെ രക്ഷകനായ പവനതനയന്റെ ചുറ്റിനും കൂടി. ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി എന്ന് മാത്രം പറഞ്ഞ് സംരംഭ വിജയം പ്രഖ്യാപിച്ചിട്ട് യുവരാജാവായ അംഗദന്റെ കരം ഗ്രഹിച്ചു. എന്നിട്ട് മറ്റുള്ളവരോടൊപ്പം നിലത്തിരുന്ന് കുറച്ചുകൂടി വാചകങ്ങൾ ഉപയോഗിച്ച് സീതാ സന്ദർശനം ചെറുതായൊന്ന് വിവരിച്ചു. ലങ്കയിലെ അശോകവനത്തിൽ ഇരിക്കുകയാണ് സീതാദേവി. അനേകം രാക്ഷസികൾ ദേവിക്ക് കാവൽ നിൽക്കുന്നുണ്ട്. ശ്രീരാമ ദർശനത്തിനുഴറിയും ഉപവാസം അനുഷ്ഠിച്ചും മലിന വസ്ത്രങ്ങൾ ധരിച്ചും കഴിഞ്ഞുകൂടുന്ന ദേവിയെ ഞാൻ കണ്ടു. സഹചരന്മാരുടെ പ്രതിനിധി എന്ന നിലയിൽ കൃതജ്ഞാവിരുദ്ധനായ അംഗദൻ പറഞ്ഞു, ഹനുമാൻ, ശരീരശക്തിയിലും ആത്മശക്തിയിലും അങ്ങേക്ക് സമാനമായി മറ്റാരുമില്ല. 100 യോജന വിസ്താരമുള്ള മഹാസമുദ്രത്തെ അങ്ങ് 2 പ്രാവശ്യം ചാടിക്കടന്നുവല്ലോ. ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷിച്ചവനാണ് അങ്ങ്. അങ്ങയുടെ വീര്യം കൊണ്ട് നമുക്ക് കാര്യസാധ്യമുണ്ടായിരിക്കുന്നത് അത്ഭുതകരമാണ്. അങ്ങ് അനുഷ്ഠിച്ചിരിക്കുന്ന ഈ വീരകൃത്യങ്ങൾ. വാർത്താസംഗ്രഹം സ്വാഗതാർഹമായിരുന്നുവെങ്കിലും വിശദാംശങ്ങളുടെ വിവരണം കേൾക്കുവാൻ അത്യധികമായ ആകാംക്ഷയുള്ള ജാമ്പവാംഗദാദി നേതാക്കന്മാരും അവരുടെ അനുയായികളായ അസംഖ്യം വാനരന്മാരും ചെവിയും കൂർപ്പിച്ച് ഹനുമാന് ചുറ്റും ഇരിപ്പായി. ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും സ്മരിച്ചുകൊണ്ടും ആത്മസുഹൃത്തുക്കളുടെ ജിജ്ഞാസ ശമിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും ഹനുമാൻ ഉച്ചത്തിലും സ്ഫുടമായും ദീർഘമായും സംഭവ പരമ്പരകളുടെ ചുരുളുകൾ വിടർത്തി തുടങ്ങി. മൈനാകപർവ്വതത്തോടുള്ള സമാഗമം, സുരസ നടത്തിയ സാമർഥ്യ പരീക്ഷണം, സിംഹികാവധം, ലങ്കാലക്ഷ്മിയുമായുള്ള സംഘട്ടനം, ലങ്കാനഗരിയിലെ സീതാന്വേഷണം, അശോകവനിയിലെ സീതാദർശനം, രാക്ഷസന്മാരുമായുള്ള ഘോരയുദ്ധം, ബ്രഹ്മാസ്ത്രബന്ധനം, ലങ്കാദഹനം എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോന്നും ഹനുമാൻ വിസ്തരിച്ചു.
അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരെണ്ണം പോലും ശ്രോതാക്കൾ കേൾക്കാതിരുന്നില്ല. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് പിന്മാറിയുമില്ല. വിവരണങ്ങളും വർണ്ണനകളും അവസാനിപ്പിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു, സ്നേഹിതന്മാരെ, എൻ്റെ പരിശ്രമം വിജയിച്ചതിൽ എനിക്ക് ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത സംതൃപ്തി തോന്നുന്നു. സീതാദേവിയുടെ മാഹാത്മ്യമാണ് അതിന് കാരണം. സർവ്വ സൽഗുണങ്ങളും ഒത്തൊരുമിച്ച് ദേവിക്ക് വേണ്ടി ആരെന്ത് ചെയ്താലും ഫലിക്കാതിരിക്കുകയില്ല. ദേവിക്ക് തുല്യമായി യാതൊന്നും ഒരിടത്തുമില്ല. രാവണനെയും രാക്ഷസവംശത്തെയും ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ഒരുവൻ മാത്രം മതിയാകും. നിങ്ങളെല്ലാവരും ഒന്നിച്ചുള്ളപ്പോൾ പിന്നെ പറയാനുമില്ല. ഇനി നാം എന്തു ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീർച്ചയാക്കണം. യൗവനത്തിൻ്റെ സാഹസികതയോടുകൂടി യുവരാജാവായ അങ്കദൻ തൻ്റേതായ അഭിപ്രായം പ്രകടിപ്പിച്ചു. ആദ്യം നാം എല്ലാവരും നേരെ ലങ്കയിലേക്ക് ചെന്ന് രാവണനെ നിഗ്രഹിക്കണം. സീതാദേവിയെ വീണ്ടെടുത്ത് ഇവിടെ തിരിച്ചെത്തണം. അതിനുശേഷം ദേവിയെ ശ്രീരാമൻ സമർപ്പിക്കാം. ജാംബവാൻ യുവരാജാവിൻ്റെ അഭിപ്രായം തിരുത്തി. സീതാദേവിയെ കണ്ടെത്തുക എന്ന കൃത്യമാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ദേവിയെ വീണ്ടെടുക്കുക ശ്രീരാമൻ ചെയ്തുകൊള്ളും. നാം ആ ജോലി ഏറ്റെടുത്താൽ ശ്രീരാമന് ഇഷ്ടമാവില്ല. നമ്മുടെ പ്രവൃത്തി അസ്ഥാനത്താണ് എന്ന പോരായ്മയും ഉണ്ടാവും. നാം ശ്രീരാമനെ കണ്ട് നടന്നതെല്ലാം അറിയിക്കുകയാണ് വേണ്ടത്. മുമ്പ് എല്ലായ്പ്പോഴും എന്ന പോലെ സർവാദരണീയനായ ജാംബവാന്റെ അഭിപ്രായം തിരസ്കൃതമായില്ല. അങ്കദനാൽ നയിക്കപ്പെട്ട വാനര സമൂഹങ്ങൾ ശ്രീരാമൻ സ്ഥിതി ചെയ്യുന്ന പ്രസ്രവണം ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചു. വളരെ നാളായി അല്പഭക്ഷണം കൊണ്ട് വലയുന്ന അവരുടെ ശ്രദ്ധ ഈ അവസരത്തിൽ മാർഗമധ്യത്തിലുള്ള മധുവനത്തിൽ ചെന്നെത്തിയത് തികച്ചും സ്വാഭാവികം. കാരണം അതിസ്വാദിഷ്ടമായ ഫലമൂലാദികളും അമൃതതുല്യമായ മധുവും സമൃദ്ധമായി വളർത്തി സൂക്ഷിച്ചിരുന്ന മധുവനത്തിൽ കടന്നു കയറി ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യാനുള്ള അവരുടെ ആഗ്രഹമായിരുന്നു. പണ്ടുകാലം മുതൽക്ക് തന്നെ കിഷ്കിന്ധ രാജാവിൻ്റെ പ്രത്യേകമായ ഉപയോഗത്തിനായി നീക്കിവെച്ചിരുന്നതും മറ്റാർക്കും പ്രവേശനമില്ലാത്തതുമായ മധുവനം സുഗ്രീവന് ഏറ്റവും പ്രിയങ്കരമാണെന്നും അതിനെ കാത്തുസൂക്ഷിക്കുന്നതിനായി ദതിമുഖൻ എന്ന വൃദ്ധവാനരന്റെ നേതൃത്വത്തിൽ കുറേയേറെ ജോലിക്കാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അംഗദാദികൾക്ക് അറിയായികയില്ല. എങ്കിലും തങ്ങളുടെ സംരംഭം വിജയിച്ചതിലുള്ള ആഹ്ലാദം കൊണ്ടും ക്ഷുപ്തപീപാസ പീഡനം കൊണ്ടും കുറച്ചൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിൽ തരക്കേടില്ലെന്നും അവർ കരുതി. യുവരാജാവിൻ്റെ അനുവാദം കൂടി കിട്ടിയപ്പോൾ വമ്പിച്ച വാനരസംഘം മധുവനത്തിൽ കയറി വാരി വലിച്ച് തിന്നുകയും മോന്തി കുടിക്കുകയും ചെയ്തു തുടങ്ങി. മധുപാനം കുറച്ചു കൂടിയപ്പോഴേക്കും തെല്ലെന്ന് ലഹരി പിടിച്ച് അവർ കൂത്താടുകയും വൃക്ഷങ്ങളും വല്ലികളും പിഴുതെറിയുകയും മറ്റു തോന്നിയാസങ്ങൾ പ്രവർത്തിക്കുകയുമായി. ഓട്ടവും ചാട്ടവും പാട്ടും നൃത്തവും ചിരിയും കളിയും ആകപ്പാടെ കോലാഹലം തന്നെയായി. ജോലിക്കാർ വന്ന് കടന്നു കയറിയവരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ അടിയും ഇടിയും കടിയും തൊഴിയും കാരണം പിൻവാങ്ങുവാൻ നിർബന്ധിതരാവുകയാണ് ചെയ്തത്. വിവരമറിഞ്ഞ് ദതിമുഖൻ ക്രോധാവിഷ്ടനായി കുറേയേറെ ജോലിക്കാരോടുകൂടി ഓടി വന്ന് മധുവനഭഞ്ജനം തടയാനൊരുങ്ങി. പിതൃവ്യന്റെ സ്വന്തം വകയായ മധുവനമാണിതെന്നും അദ്ദേഹത്താൽ നിയമിതനായ വനസംരക്ഷകനാണ് ദതിമുഖൻ എന്നുമുള്ള വസ്തുത അവഗണിച്ച് ആ വൃദ്ധവാനരനെ പിടിച്ച് നിലത്തിട്ടടിക്കുകയും ചവിട്ടുകയും ചെയ്തു. ദതിമുഖൻ വല്ല വിധവും ഉരുണ്ട് എഴുന്നേറ്റ് ജോലിക്കാരെ അകലെ ഒരിടത്തേക്ക് കൊണ്ടുപോയി അവരോട് പറഞ്ഞു, വരുവൻ, നമുക്ക് നേരെ സുഗ്രീവ രാജാവിനെ കണ്ട് വിവരം ധരിപ്പിക്കാം. മധുവനത്തിൽ നടന്നതെല്ലാം ഉത്തരവാദി ഇളമുറ തമ്പുരാനാണെന്ന് ഞാൻ പറയും. സുഗ്രീവ രാജാവിന് എത്ര പ്രിയപ്പെട്ടതാണ് മധുവനം. ദേവന്മാർക്ക് പോലും ഇവിടെ കാലെടുത്ത് കുത്തുവാൻ പാടില്ലാത്തതാണ്. എന്നിട്ടാണ് ഈ തെമ്മാടികൾ ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നത്. ഇവർക്ക് കഠിന ശിക്ഷ നൽകിയേ കഴിയൂ. എന്നാൽ പ്രതീക്ഷിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സുഗ്രീവന്റെ പ്രതികരണമെന്ന് ഓടിച്ചെന്ന് പരാതിപ്പെട്ട ദതിമുഖനും കൂട്ടുകാർക്കും അറിവായി. ഒന്നിച്ചുണ്ടായിരുന്ന ലക്ഷ്മണനോട് സുഗ്രീവ രാജാവ് പറയുകയാണ്, കുമാര, ഞാൻ ദക്ഷിണദിക്കിലേക്ക് സീതാന്വേഷണത്തിന് നിയോഗിച്ച വാനരന്മാരാണ് മധുവനത്തിൽ പ്രവേശിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തത്. ഈ ദതിമുഖൻ മധുവന പാലകന്മാരുടെ മേധാവിയാണ്. ഇയാളെയും ജോലിക്കാരെയും കടന്നു കയറിയവർ അടിക്കുകയും ഇടിക്കുകയും കൂടി ചെയ്തു അത്രേ. എനിക്കൊന്ന് തീർച്ചയാണ്, ഹനുമാനും അനുയായികളുമാണ് അവർ. സീതാന്വേഷണത്തിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ദുഷ്കരമായ ആ കൃത്യം സാധിച്ചത് ഹനുമാനാണ്. വെറുതെ മധുവനത്തിൽ പ്രവേശിക്കുന്നവരല്ല ഹനുമാനും കൂട്ടരും. വിജയത്തിലുള്ള ആഹ്ലാദം കൊണ്ടും വിശപ്പും ദാഹവും കൊണ്ടും അവർ അപ്രകാരം ചെയ്തു പോയതായിരിക്കും. അത്രയും ലക്ഷ്മണനോട് പറഞ്ഞിട്ട് സുഗ്രീവൻ മധുവന സംരക്ഷകന്റെ നേർക്ക് തിരിഞ്ഞു. ദതിമുഖ, അവർ മധുവനത്തിൽ കയറി വേണ്ടത്ര തിന്നുകയും കുടിക്കുകയും ചെയ്തതിൽ എനിക്ക് സന്തോഷമാണുള്ളത്. അവരുടെ തെറ്റ് ഞാനിപ്പോൾ ക്ഷമിക്കുകയാണ്. അങ്ങുടൻ പോയി ഹനുമാനെയും കൂട്ടരെയും ഇങ്ങോട്ട് അയക്കണം. എനിക്ക് അവരെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. സുഗ്രീവന്റെ മനോഭാവം താൻ പ്രതീക്ഷിച്ചിരുന്നതിന് വിപരീതമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മധുവനത്തിൽ അനുവാദമില്ലാതെ കടന്നു കയറിയവരോട് തോന്നിയിരുന്ന വിരോധം മാറിയ ദതിമുഖൻ മടങ്ങിച്ചെന്ന് അങ്കദനോട് തൊഴുകൈയോട് പറഞ്ഞു, കൊച്ചു തമ്പുരാനെ, എന്നോടും എൻ്റെ ജോലിക്കാരോടും അവിടത്തേക്ക് ദേഷ്യം തോന്നരുതേ.
വാസ്തവം മനസ്സിലാക്കാതെയാണ് ഞങ്ങൾ തടഞ്ഞത്. അവിടുന്നും കൂട്ടുകാരും വലിയ തമ്പുരാനെ ഉടൻ തന്നെ ചെന്ന് കാണണം. അത് പറയാനായി വലിയ തമ്പുരാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാലം കളയാതെ അംഗദനും മറ്റു നേതാക്കളും അനുയായികളും എല്ലാം മധുവനത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിയുന്നത്ര വേഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെയും സുഗ്രീവന്റെയും സവിധത്തിലെത്തി. ഹനുമാൻ ശ്രീരാമനെ നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് സകല സംഭവങ്ങളുടെയും വിശദ രൂപങ്ങൾ നൽകി. എന്നിട്ട് ഭർത്താവിനെ ഏൽപ്പിക്കുന്നതിനായി സീത നൽകിയ ചൂടാരത്നവും അടയാളവാക്യവും ശ്രീരാമന് സമർപ്പിച്ചു. സംഭവ കഥനശ്രവണത്തിൽ എത്രമാത്രം ദത്തശ്രദ്ധരായിരുന്ന 3 ശ്രോതാക്കളും എന്ന് ഊഹിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. ശ്രീരാമൻ ചൂടാമണി വക്ഷസിൽ ചേർത്ത് കണ്ണുനീർ തുളുമ്പുന്ന കണ്ണുകൾ അതിൽ ഉറപ്പിച്ച് തെല്ലുനേരം ദീർഘനിശ്വാസം ചെയ്തിരുന്നതിന് ശേഷം സുഗ്രീവന്റെ നേർക്ക് തിരിഞ്ഞു. സ്നേഹിത, കുട്ടിയെ കാണുമ്പോൾ പാൽ ചുരത്തുന്ന പശുവിനെ പോലെയാണ് എൻ്റെ അവസ്ഥ. ഈ ചൂടാരത്നം കാണുമ്പോൾ മുമ്പിൽ സീതയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ഏറ്റവും മഹത്തായ കൃത്യമാണ് ഹനുമാൻ അനുഷ്ഠിച്ചിരിക്കുന്നത്. മറ്റൊരുവനും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കൃത്യമാണത്. രാവണനാൽ സുരക്ഷിതമായ ലങ്കാനഗരിയിൽ കടന്നു ചെന്നിട്ട് യാതൊരു ക്ഷതവും കൂടാതെ തിരിച്ചെത്തുവാൻ മറ്റൊരാൾക്ക് കഴിയുമോ? സ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് അതുപോലെ പ്രവർത്തിക്കുന്ന ഭൃത്യൻ ഉത്തമനാണ്. ഹനുമാൻ രഘുവംശത്തെ തന്നെ സംരക്ഷിച്ചിരിക്കുകയാണ്. അതിന് എനിക്ക് നൽകുവാൻ കഴിയുന്ന ഒരൊറ്റ പ്രതിഫലം എൻ്റെ ആലിംഗനമാണ്. അത്രയും പറഞ്ഞ് ശ്രീരാമൻ ഹനുമാനെ ഗാഢമായി പരിരംഭണം ചെയ്ത് ഇരുവരുടെ ശരീരങ്ങളിലും രോമാഞ്ച കഞ്ചുകമണിയിച്ചു. ശ്രീരാമൻ തന്നെ അലട്ടുന്ന ഒരു സംശയം ഉന്നയിച്ചു. സുഗ്രീവ, സീതാന്വേഷണം സഫലമായി, ശരിയാണ്. എങ്കിലും നമ്മുടെയും ലങ്കയുടെയും മധ്യത്തിൽ കിടക്കുന്ന സമുദ്രം എന്ന് എന്നെ അസ്വസ്ഥനാക്കുന്നു. നാം എല്ലാം വാനരപ്പടയോട് ഒന്നിച്ച് എങ്ങനെ ഈ സമുദ്രം കടക്കും? സുഗ്രീവൻ സമാധാനം നൽകി. പ്രഭു, അങ്ങ് അസ്വസ്ഥനാകേണ്ട കാരണമൊന്നുമില്ല. മോക്ഷത്തെ തടസ്സപ്പെടുത്തുന്ന ചിന്തകളെ ഉപേക്ഷിക്കുന്ന യോഗിയെപ്പോലെ അങ്ങ് സംശയം ദൂരെ കളയണം. എൻ്റെ അധീനതയിലുള്ള വാനരന്മാർ എല്ലാം തന്നെ അതിസമർത്ഥന്മാരും പരാക്രമശാലികളുമാണ്. സമുദ്രത്തിൽ ചിറകെട്ടി അതിലൂടെ നടന്ന് നമുക്ക് ലങ്കയിൽ ചെന്നെത്താൻ കഴിയും. നമുക്ക് വിജയം സുനിശ്ചിതമാണ്. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് മനം തെളിഞ്ഞ ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, ശരി, നമുക്ക് എങ്ങനെയെങ്കിലും സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലെത്താം. പക്ഷേ അതിനു മുമ്പ് ലങ്കയിലെ സൈന്യസംബന്ധികളായ വിവരങ്ങൾ എനിക്ക് അറിയേണ്ടതുണ്ട്. അങ്ങ് സകലതും നേരിട്ട് കാണുകയുണ്ടായല്ലോ. കണ്ടതെല്ലാം എന്നെ അറിയിക്കൂ. ഹനുമാൻ പറഞ്ഞു, സ്വാമി, മിക്കവാറും ദുർജയമാണ് ലങ്ക എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റുണ്ടായിരിക്കുകയില്ല. നഗരത്തിനു ചുറ്റും ആഴവും വീതിയുമുള്ള കിടങ്ങുണ്ട്. നക്ര, മകര, മത്സ്യാദി ഭീകര ജന്തുക്കൾ നിറഞ്ഞതാണ് കിടങ്ങ്. അതിൻ്റെ 4 വശങ്ങളിലും 4 പാലങ്ങളുണ്ട്, രാജവീതികളുമായി ബന്ധിപ്പിക്കുവാനായിട്ട്. ശത്രുക്കൾ പാലങ്ങളിൽ കയറിയെന്നിരിക്കട്ടെ, യന്ത്രങ്ങൾ അവരെ എടുത്തെറിഞ്ഞ് കിടങ്ങിൽ വീഴ്ത്തും. കിടങ്ങുകൾ കഴിഞ്ഞാൽ കാണുന്നത് ആകാശം മുട്ടി നിൽക്കുന്ന കോട്ടമതിലുകളാണ്. സ്വർണ്ണ നിർമ്മിതവും രത്നഖചിതവുമാണ് കോട്ടമതിലുകൾ. അത്യധികമായ ബലവും വലിപ്പവുമുള്ള കോട്ടവാതിലുകൾ 4 എണ്ണമുണ്ട്. ശിലായന്ത്രങ്ങളും ബാണയന്ത്രങ്ങളും അവയിൽ വെച്ചിരിക്കുന്നു. ഓരോ വാതിലിലും 100 ശതഘ്നികളുണ്ട്. പടിഞ്ഞാറേ വാതിലിൽ 10,000 രക്ഷാഭടന്മാർ നിൽക്കുന്നു. തെക്കേ വാതിൽക്കൽ 500,000, കിഴക്കേ വാതിൽക്കൽ 10,00,000, വടക്കേ വാതിലിൽ 1 കോടിയും. 1.25 കോടി പടയാളികൾ നഗരമധ്യത്തിൽ നിർത്തപ്പെട്ടിരിക്കുന്നു. രക്ഷാഭടന്മാരും അല്ലാത്ത ഭടന്മാരും എല്ലാം ആയുധധാരികളും സമരചതുരന്മാരുമാണ്. എല്ലാറ്റിനും അധിപനായ രാവണന്റെ ശക്തിയും വീര്യവും ലോകപ്രസിദ്ധവുമാണ്. ഇതൊക്കെയാണെങ്കിലും നമുക്ക് വിജയം കരസ്ഥമാകും, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ശ്രീരാമൻ സുഗ്രീവനോടും ഹനുമാനോടും മറ്റു നേതാക്കന്മാരോടുമായി പറഞ്ഞു, ഇപ്പോൾ നട്ടുച്ചയും വിജയം എന്നു പേരുള്ള മുഹൂർത്തവുമാണ്. അതേസമയം ഉത്തമമായ ഉത്രം നക്ഷത്രവും. ഈ സന്മുഹൂർത്തത്തിൽ പുറപ്പെട്ടാൽ എല്ലാം ശുഭമായി പര്യവസാനിക്കും. പോരെങ്കിൽ എൻ്റെ കണ്ണിന് മേൽഭാഗം തുടിക്കുന്നു. മറ്റു ശുഭനിമിത്തങ്ങൾ പലതും കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് പുറപ്പെടാം. തുടർന്ന് ശ്രീരാമൻ എങ്ങനെയാണ് യുദ്ധയാത്ര ചെയ്യേണ്ടതെന്നും ആരൊക്കെയാണ് ഏതേത് സേനാവിഭാഗങ്ങളെയാണ് നയിക്കേണ്ടതെന്നും മറ്റുമുള്ള വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. 1,00,000 വാനരന്മാരെ നയിച്ചുകൊണ്ട് നീലൻ മുമ്പേ പോയി ജലാശയങ്ങളും കായികനികളുമുള്ള സ്ഥലങ്ങളും പരിശോധിക്കണം. എന്തെന്നാൽ ദുഷ്ടരാക്ഷസന്മാർ മാർഗമധ്യത്തിലുള്ള വെള്ളത്തെയും ഫലമൂലാദികളെയും ദുഷിപ്പിക്കാൻ ഇടയുണ്ട്. അതിനു പുറമെ സൈന്യവിഭാഗങ്ങളോടുകൂടി സഞ്ചരിക്കേണ്ടത് ഗജൻ, നഭാഗൻ, ഗവയൻ, ഗവാക്ഷൻ എന്ന മഹാവീരന്മാരാണ്. തുല്യപരാക്രമികളായ ഋഷഭൻ സൈന്യത്തിന്റെ വലതുഭാഗവും ഗന്ധമാദനൻ ഇടതുഭാഗവും സംരക്ഷിച്ചുകൊണ്ട് സഞ്ചരിക്കണം. ജാമ്പവാനും സുഷേണനും പ്ലവകനും സൈന്യത്തിന്റെ പിൻഭാഗം കാത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ശ്രീരാമൻ ഹനുമാന്റെയും ലക്ഷ്മണൻ അംഗദന്റെയും തോളിലിരുന്നായിരിക്കും സഞ്ചരിക്കുക. അതനുസരിച്ച് സംഖ്യാതീതമായ വാനരഭടന്മാർ ഉൾക്കൊള്ളുന്ന ആ മഹാസൈന്യം യുദ്ധോത്സാഹത്തോടുകൂടിയും ഉത്സാഹത്തിമിർപ്പോടുകൂടിയും പ്രയാണം ആരംഭിച്ചു. ഇനി
അടുത്തത് യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. നമ്മൾ യുദ്ധകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്. അത് അടുത്ത ദിവസം.